കാട്ടാന, കടുവ എന്നിവയ്ക്ക് പിന്നാലെ കരടിയും നാട്ടിലെത്തിയതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വയനാട്ടുകാർ. പയ്യമ്പള്ളിയിൽ വയലിലിറങ്ങിയ കാട്ടാന വ്യാപക നാശനഷ്ടം വരുത്തി. പുൽപ്പള്ളിയിൽ കൃഷിയിടത്ത് കടുവയിറങ്ങിയതിനു പിന്നാലെ തോണിച്ചാൽ പ്രദേശത്ത് കരടി കൂടി ഇറങ്ങിയതോടെ ഭീതിയിലാണ് നാട്ടുകാർ. 2 ദിവസം മുമ്പാണ് പയ്യമ്പള്ളി സെയിന്റ് കാതറിൻ സ്കൂളിന് സമീപം നെൽവയലിൽ കാട്ടാന ഇറങ്ങി വ്യാപക നാശനഷ്ടം വരുത്തിയത്. കൊയ്ത് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച 30 ചാക്കോളം നെല്ല് കാട്ടാനകൾ ചവിട്ടിമെതിച്ചു. ഇതിനിടെ ചേകാടി 2-ാം കാടിന് സമീപം ബൈക്ക് യാത്രികർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. പുറകെ വന്ന യാത്രക്കാർ ഹോണടിച്ചതിനാൽ കാട്ടാന പിന്മാറി. തലനാരിഴയ്ക്കാണ് ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടത്. പുൽപ്പള്ളി സീതാമൗണ്ട് ജനവാസ കേന്ദ്രത്തിലെ സ്വകാര്യ കൃഷിയിടത്തിൽ കടുവയെ കണ്ടതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. കടുവയുടെ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ വനം വകുപ്പ് മേഖലയിൽ തെരച്ചിൽ നടത്തി. പക്ഷേ കടുവയെ കണ്ടെത്താനായില്ല. ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെ ജനവാസ കേന്ദ്രമാണ്. ആ മേഖലയിൽ കടുവകളുടെ സാന്നിധ്യം കാണുകയും എന്നാൽ അതിനെതിരെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരെ വിളിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിലും നമ്മുടെ RRT ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ കടുവ കണ്ട പ്രദേശം മുഴുവൻ തെരച്ചിൽ നടത്തിക്കൊണ്ട് ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി RRT ടീമങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂട്ടായി തെരച്ചിൽ നടത്തിക്കൊണ്ട് ഈ കടുവയെ ഇവിടെ തിരുത്തുന്ന നടപടികളുണ്ടാവണം. അതിനപ്പുറത്ത് നമ്മുടെ കടുവയെ പിടികൂടാനുള്ള കൂടുകൾ സ്ഥാപിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ ദിവസം കരടിയെ കണ്ട വള്ളിയൂർക്കാവ് റോഡിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ തോണിച്ചാലിൽ കരടി ഇറങ്ങിയ CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. പ്രദേശവാസികൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയ വനംവകുപ്പ് മേഖലയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരമുണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്.